സോനു സൂദിന്റെ ആദ്യ സംവിധാന സംരംഭമായിട്ടുള്ള ഫത്തയുടെ പ്രൊമോ മെറ്റീരിയൽസ് പുറത്തു വന്നപ്പോൾ കില്ലും മാർക്കോയും ഒക്കെ പോലെ ഒരു വയലന്റ് ഫിലിം ആയിരിക്കും എന്നൊരു ചർച്ച സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ കുറെ ഗ്രീൻ സ്ക്രീൻ ഹാക്കിംഗ് സംഭവങ്ങളും ഒട്ടും ഒറിജിനൽ അല്ലാത്ത കുറെ ആക്ഷൻ സീക്വൻസുകളും കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട് എന്നല്ലാതെ രക്ഷകൻ നായകൻ എന്ന സ്ഥിരം പരിപാടി വീണ്ടും കാണിക്കുന്ന ഒരു സാധാരണ പടം മാത്രമാണ് ഫത്തേ. ബോളിവുഡിൽ തുടങ്ങി അങ്ങ് ഹോളിവുഡ് വരെയുള്ള പടങ്ങളിൽ നിന്നൊക്കെ ആക്ഷൻ സീക്വൻസുകൾ ചുരണ്ടിയിട്ടുള്ളതുകൊണ്ട് പുറമേന്ന് കാണുമ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ആയി തോന്നുമെങ്കിലും ഈ പടത്തിന്റെ ഉള്ളു പൊള്ളയാണ്. ഫത്തേ സിംഗ് പഞ്ചാബിൽ ഒരു ഗ്രാമത്തിൽ ഡയറി ഫാം നടത്തി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. ശ്യാമസുന്ദരമായ ആ ഗ്രാമത്തിലെ ഗ്രാമവാസികളെല്ലാം അയാൾക്ക് സ്വന്തം സഹോദരങ്ങളെ പോലെയാണ്. ഒരു ഘട്ടത്തിൽ ഗ്രാമത്തിലെ നിമ്രത്ത് എന്ന പെൺകുട്ടിയെ കാണാതാകുന്നു. അവളെ കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഫത്തേ അവൾക്ക് ഫേക്ക് ബാങ്ക് ലോൺ ആപ്പുകളുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് കണ്ടെത്തുന്നു. ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാനുള്ള അയാളുടെ ശ്രമങ്ങളും അത് അയാളെ എവിടെയൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നു എന്നതൊക്കെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ സിനിമ നടക്കുന്ന പാരലൽ യൂണിവേഴ്സിൽ ഒരു സൈബർ വില്ലൻ ഉണ്ട്. അയാൾ ആളുകളെ ലൈവ് സ്ട്രീം ചെയ്ത് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും. ഈ ഷോക്ക് അടിപ്പിക്കുന്ന ലെവൽ കൂട്ടുന്നത് എത്ര ആളുകൾ ആ പരിപാടി കാണുന്നു എന്നതനുസരിച്ചിട്ടാണ്. ഒരു ഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഇയാൾ ഇതേപോലെ കൊല്ലാൻ നോക്കുന്നുണ്ട്. ലൈവ് സ്ട്രീം കാണുന്നവരുടെ എണ്ണം കുറഞ്ഞാൽ ആ പെൺകുട്ടി രക്ഷപ്പെടും എന്നിരിക്കെ കുട്ടിയുടെ അമ്മയടക്കം ഇതിരുന്ന് കരഞ്ഞുകൊണ്ട് കാണുകയാണ്. കുട്ടി മരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും റിയാക്ഷൻ ഷോട്ടിലേക്കൊക്കെ സിനിമ പോകുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് ഈ സിനിമയുടെ കഥയും സംവിധാനവും ചെയ്തിട്ടുള്ള സോനു സൂദ് ഒരു ഇമോഷണൽ സീൻ സ്റ്റേജ് ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ്. ഇത് കഴിഞ്ഞാൽ കുറേ എത്തിക്കൽ ഹാക്കേഴ്സ് വരുന്നുണ്ട്. വില്ലന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഓരോ ഹാക്കർമാരും പല പല രാജ്യങ്ങളുടെ പേര് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ബുദ്ധിമതിയായ നായികയ്ക്ക് മാത്രമാണ് ഇത് IP സ്പൂഫിംഗ് ആണ് എന്ന് മനസ്സിലാകുന്നത്. ഈക്വലൈസർ എന്ന സിനിമയിൽ നിന്നും ചുരണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒഴികെ വേറെ കാര്യമായ ആക്ഷനൊന്നും ഒന്നാം പകുതിയിൽ നടക്കുന്നില്ല. സിനിമ ഇന്റർവെല്ലിലേക്ക് പോകുമ്പോൾ ഇനി അങ്ങോട്ട് എന്തോ കാര്യമായി സംഭവിക്കാൻ പോകുന്നുണ്ട്, നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ് എന്ന രീതിയിലൊക്കെയാണ് സ്ക്രീനിൽ എഴുതി വരുന്നത്. എന്നാൽ രണ്ടാം പകുതിയിൽ എത്തുമ്പോഴും വാചക കസർത്തും മെലോഡ്രാമയും തന്നെയാണ് കാര്യമായി പണിയെടുക്കുന്നത്. ജാൻ ജായകെ തോ ജാൻ ജായക എന്ന ടൈപ്പ് ചീസി ഡയലോഗുകളൊക്കെ നസറുദ്ദീൻ ഷായെ പോലെയുള്ള ഒരു നടൻ പറയുന്ന ഒരു അവസ്ഥ ഈ സിനിമയിലുണ്ട്. എവിടേക്കോ കണ്ടിട്ടുള്ള ആക്ഷൻ സീനുകളെ വലിയൊരു തിയേറ്റർ ഹൈയൊന്നും തരാത്ത രീതിയിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്തതുപോലെയാണ് ആക്ഷൻ കാണുമ്പോൾ തോന്നുന്നത്. അടുത്ത കാലത്ത് ഇറങ്ങിയ ആനിമലിലെ കോറിഡോർ ഫൈറ്റ് വരെ ഇതിനകത്ത് കാണാം. കുറച്ചെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന്റെ താഴെയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ആണ്. ബഡ്ജറ്റിനുള്ളിൽ ഈ പരിപാടി ചെയ്തു തീർക്കാൻ വേണ്ടി വളരെ വൈഡായ ലോങ് ഷോട്ടിൽ ഒരു ബ്ലാസ്റ്റ് കാണിക്കുകയും പിന്നെ നായകന്റെ കാറിന്റെ ഗ്ലാസ്സിൽ അതിന്റെ റിഫ്ലക്ഷൻ കാണിക്കുകയും ചെയ്ത് സ്മാർട്ടായൊരു മൂവ് ആയിരുന്നു അത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിക്സ് പാക്കിന് ആവശ്യത്തിന് പബ്ലിസിറ്റി സിനിമയുടെ തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് വികാരമൊന്നും വാരി വിതറാത്ത ഒരു കഥാപാത്രമാണ് ഹീറോ. വിജയരാജ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കാഷ്വൽ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് ഈ വില്ലൻ കഥാപാത്രത്തിന് ഒരു ഐഡന്റിറ്റി കൊടുക്കുന്നുണ്ട്. എന്നാൽ മോശം എഴുത്ത് കാരണം ആ കഥാപാത്രത്തിന്റെ അന്ത്യം സ്വല്പം കോമഡിയായി പോകുന്നുണ്ട്. ഈ സിനിമയിലെ നസീറുദ്ദീൻ ഷായെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പരിധിവരെ സന്തോഷവും ഉണ്ട്, എന്നാൽ സങ്കടവും ഉണ്ട്. പുള്ളിക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഡയലോഗുകളെല്ലാം അദ്ദേഹത്തിന്റെ ഫിൽമോഗ്രാഫിയെ ഒരു തരത്തിൽ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. പക്ഷേ 5 ദിവസം ഗ്രീൻ സ്ക്രീനിന് മുന്നിൽ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന് സാമാന്യം നല്ലൊരു പേയ്മെന്റ് കിട്ടിക്കാണും എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഹുഡിയും ബാക്ക് പാക്കും തൂക്കി നടക്കുന്ന ഹാക്കർ കഥാപാത്രമാണ് നായികയായിട്ടുള്ള ജാക്വലിൻ ഫെർണാണ്ടസ്. വിളിച്ചാൽ വെളിപ്പുറത്ത് എന്ന പോലെ ഒരു സോഷ്യൽ ലൈഫും ഇല്ലാത്തൊരു ടീം ഈ കഥാപാത്രത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഇപ്പോഴും ശരിയാവാത്ത ഹിന്ദി ആക്സന്റിൽ സംസാരിക്കുന്ന ജാക്വലിന്റെ പെർഫോമൻസിൽ എന്തെങ്കിലും നല്ലത് കണ്ടുപിടിക്കുന്നത് അത്യാവശ്യം ടാസ്ക്കാണ്. ഏതു നേരവും നൂഡിൽസും തിന്നുകൊണ്ടിരിക്കുന്ന ലീ എന്ന ചൈനീസ് കഥാപാത്രം ഈ സിനിമയിലുണ്ട്. ആ കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റി എഴുതിയിട്ടുള്ള കുറച്ച് ഡയലോഗുകളാണ് ഇതിലെ കോമഡി ഡയലോഗുകൾ. ബാക്കിയെല്ലാം വില്ലന്മാരെ കൂളാക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഡയലോഗുകൾ ലക്ഷ്യം തെറ്റി നമ്മളെ ചിരിപ്പിക്കുന്നതാണ്. കണ്ടുമടുത്തിട്ടുള്ള രക്ഷകനായ നായകൻ ട്രോപ്പ് തന്നെയാണ് സോനു സൂദിന്റെ സിനിമയുടെ അടിത്തറ. ഹോളിവുഡ് സിനിമകളിൽ കാണുന്ന പല സാധനങ്ങളും അങ്ങനെ ഒരു കഥയുടെ അകത്ത് കുത്തിക്കയറ്റിയാൽ സിനിമ മികച്ചതാകും എന്നാണ് അദ്ദേഹം കരുതി വെച്ചിട്ടുള്ളത്. കോപ്പി അടിക്കുന്ന കൂട്ടത്തിൽ കോണ്ടാക്ട് എന്ന സിനിമയിലെ മിറർ ഷോട്ട് വരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്.